കായംകുളത്തൊരു പള്ളിയിൽ പെട്ടെന്നൊരു നാൾ ചില ശവകുടീരങ്ങൾ പൊങ്ങി വന്നു. കുഴിമാടങ്ങളിൽ ചിലതിൽ നിന്ന് ചന്ദനത്തിന്റെ മണം വന്നു. വാർത്തയറിഞ്ഞ് ആയിരങ്ങളെത്തി. രോഗശാന്തി ഉണ്ടായെന്ന് ചിലർ സാക്ഷ്യം പറഞ്ഞു. മരിച്ചുപോയ ചിലർ ജീവിച്ചിരിക്കുന്നവരോട് സംസാരിച്ചു. അസംബന്ധമെന്നും അന്ധവിശ്വാസമെന്നും എഴുതിത്തള്ളാൻ വരട്ടെ, ആയിരങ്ങൾ സാക്ഷിയായ ഈ കഥയൊന്ന് നേരിൽ കാണും. കാട്ടുതീ പോലെ പടർന്നൊരു വാർത്തയുടെ പിന്നാമ്പുറം തേടിയാണ് ഞങ്ങൾ കായംകുളം മുഹീദ്ദീൻ പള്ളിയിലെത്തിയത്. ഞങ്ങൾ എത്തുമ്പോൾ പള്ളി പരിസരം ജനനിബിഡമായിരുന്നു. കണ്ടത് സ്വപ്നത്തിൽ കൂടിയാണെന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നലെ വിവരം അറിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് കാണാം, ഇത് നേരിൽ വന്ന് കാണാം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ രാവിലെ വന്നതാണ്. ഏറെ ദൂരത്തു നിന്ന് എത്തിയവർ, സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും, അങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. വാഹനങ്ങളുടെ തിരക്ക് മൂലം ഗതാഗതം പാടെ സ്തംഭിച്ചു. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വരികയാണ്. വന്നിങ്ങനെ നോക്കി ഞാൻ അഭിപ്രായങ്ങൾ ഇവിടെ നിന്നോടത്തൊക്കെ ചോദിച്ച് പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വളരെ വിശ്വാസമാണ്. ഇവിടെ ആയതുകൊണ്ട് ഔലിയാക്കന്മാർ ഉണ്ട്, അല്ലെങ്കിൽ അവരൊരു എന്തും കാണിക്കത്തില്ല. ജനങ്ങൾ ഇത്രയും അറിഞ്ഞിട്ട് ഇവിടെ വരണമെങ്കിൽ അവരുടെ ഒരു എന്തും കാണുമല്ലോ, അത് വിശ്വസിക്കുന്നതാണ് ഞാൻ. വന്നവർ തിക്കിത്തിരക്കുന്നു. നേരത്തെ എത്തിയവർ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ചിലർ അത്ഭുതത്തോടെ മൂക്കത്ത് വിരൽ വെച്ചു. ചിലർ അല്ലാഹ് എന്ന് നീട്ടി വിളിച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസങ്ങൾ ഇതാക്കാൻ വേണ്ടി ഒരു പക്ഷേ അത്ഭുതം പ്രവർത്തിച്ചാണോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഇനി എന്താണ് ഇത്ര അത്ഭുതമെന്നല്ലേ? മുഹീദ്ദീൻ പള്ളിക്ക് മുന്നിൽ പെട്ടെന്ന് ചില ഖബറിടങ്ങൾ പൊങ്ങി വന്നത്രേ. പുരാതന കാലത്തെ ലിഖിതങ്ങൾ വെച്ച മീസാൻ കല്ലുകൾ പാകിയ ചില ഖബറിടങ്ങൾ. അവിടെ ഖബർ വളർന്നുള്ള ഒരു ഇത് കിംബന്തി പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാർ അത് കാണാൻ വേണ്ടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച കാർത്തികപ്പള്ളി പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് ശേഷം ഇങ്ങനെ ഒരാൾ പറഞ്ഞു കായംകുളത്ത് പള്ളിയിൽ ഇങ്ങനെ കല്ല് പൊങ്ങിയതായിട്ട് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര ജനക്കൂട്ടമൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരായ എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരിന്ന് വരെ ഈ കല്ലുകൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഈ ഖബർസ്ഥാനിൽ ഇങ്ങനൊരു കല്ല് ഈ നാട്ടുകാരും കണ്ടതായിട്ട് അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് അത്ഭുതമായിട്ടാണ്, മഹാന്മാരുടെ മക്ബറകളാണെന്നാണ് ഇവിടെ വിശ്വാസം. ഈ കല്ല് ഇതുവരെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല. ഈ അസ്തുവിലൊക്കെ വന്ന് കിളക്കുകയും ഇവിടെയൊക്കെ വന്ന് കയറുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്റെ കണ്ണ് ഇതുവരെക്കും പെട്ടു. അടുത്ത സമയത്ത് ഒരു മരിപ്പ് നടന്ന് കൊടുത്ത് ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് ഞാനിവിടെ കിടന്നിട്ടുണ്ട്. കിടന്ന് ലൈറ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞങ്ങളുടെ കണ്ണിൽ ഇതുവരെ കല്ല് പ്രതീക്ഷപ്പെട്ടിട്ടില്ല. പൊങ്ങിയ ഖബറുകൾക്ക് പുറമെ മറ്റു ചില ഖബറുകൾ കൂടി പുതുതായി പൊങ്ങി വരുന്നതായും ചിലർ കണ്ടുപിടിച്ചു. നോക്കി നിൽക്കെ ഖബറുകൾ വളർന്നു വരുന്നതായും അവകാശവാദങ്ങളുണ്ടായി. 3 ദിവസം കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ വെള്ളിയാഴ്ചയ്ക്കുമ്പോ പൊങ്ങുമെന്നാണ് സ്വപ്നത്തിലൂടെ കണ്ടുവെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ ആരെയോ കണ്ടു എന്ന് പറയുന്നു, മുസ്ലിയാക്കന്മാരാരാണ്ട് കണ്ടു എന്ന് പറയുന്നു. ഇതുവരെ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് ഉസ്താദിന്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. ഉസ്താദ് സ്വപ്നത്തിലോ മറ്റോ കണ്ടതായിട്ടാണ് പറഞ്ഞു കേട്ടുള്ളത്. ഇങ്ങനെ തെക്ക് ഭാഗത്ത് എന്തോ മഹാന്മാരായ ആരോ അടങ്ങിയിട്ടുള്ളതായിട്ടും അവിടെ പോയി സിയാറത്ത് ചെയ്യണമായിട്ട് സ്വപ്നത്തിൽ കണ്ടതായിട്ടാണ് നമുക്ക് പറഞ്ഞു കേട്ടറിവുള്ളത്. ഇതിനൊക്കെ പുറമെ പൊങ്ങി വന്ന ഒരു ഖബറിൽ നിന്ന് ചന്ദനമണം വരുന്നതായും ചിലർക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഇത് മണപ്പിക്കാൻ തിക്കും തിരക്കുമായി. ഞാനൊരു ഹിന്ദുവാ. ഹിന്ദു എന്നതിൽ ഞാൻ അങ്ങോട്ട് മാറി നോക്കിയപ്പം വിശ്വാസവും എനിക്ക് എല്ലാത്തിനും എനിക്ക് വിശ്വാസമുള്ളവനാ. അപ്പം ഞാൻ തൊട്ട് നോക്കിയപ്പോൾ നല്ല കസ്തൂരിയുടെ മണം അടിക്കുന്നുണ്ട്. മീസാൻ കല്ലിന്റെ സ്വല്പം പൊട്ടിച്ചവിടെ വെച്ചിട്ടുണ്ട്. അതിൽ തൊട്ട് മണക്കുമ്പോൾ ചെറിയ മണം അനുഭവപ്പെടുന്നുണ്ട്. അത് നമുക്ക് ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. സാധാരണ കല്ലിൽ അങ്ങനെ മണക്കാറില്ലല്ലോ. തിരക്ക് രാത്രിയിലും തുടർന്നപ്പോൾ പള്ളി കമ്മിറ്റിക്കാർ ട്യൂബ് ലൈറ്റുകൾ പിടിപ്പിച്ചു. ഖബറിടങ്ങളെ കയർ കെട്ടി വേർതിരിക്കുകയും ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച 2 പേര് വന്ന് രാവിലെ വന്ന് ഇങ്ങനെ കണ്ടു. ഒരു അസറായപ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ വന്നു തുടങ്ങി. ഇവിടെ ജനങ്ങളാണ്, ഇവിടെ ഒന്നും കൊള്ളാൻ മേത്ത ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ അങ്ങനെ രാത്രി പിന്നെ ലൈറ്റുകളായി കാര്യങ്ങളായി. 3-4 ദിവസം ഞാനിവിടെ ഉണ്ട്. വാർത്തയറിഞ്ഞ് ദൂരയിടങ്ങളിൽ നിന്ന് പോലും ആളുകളെത്തി. വന്നവർ പിന്നെയും വന്നു. ഞാൻ വെള്ളിയാഴ്ച മുതൽ ഇന്ന് വരെ എല്ലാ ദിവസങ്ങളും ഇവിടെ വന്ന് നോക്കുന്നുണ്ട്. എന്താ അങ്ങനെ ഷമീർ എല്ലാ ദിവസവും കൃത്യമായി ഇങ്ങനെ വരാനുള്ള കാരണം? എനിക്കിതിൽ വിശ്വാസമുണ്ട്.
ഖബർ സന്ദർശിക്കാനെത്തിയ ചിലർക്ക് രോഗശാന്തി ഉണ്ടായത്രേ. ചികിത്സിച്ചിട്ടും മാറാത്ത രോഗം ഇവിടെ വന്ന ഉടൻ മാറുന്ന ഒരു മായാജാലം. ഇപ്പൊ ഉണ്ടായ അനുഭവം എന്ന് വെച്ചാല് എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു തലവേദന വേഗം തന്നെ മാറി കിട്ടിയിരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ വന്നപ്പോഴല്ല, ഇങ്ങനെ ഈ ഒരു വാർത്ത ഇന്നലെ അറിഞ്ഞു. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ അടക്കപ്പെട്ട ആരെയിലാണോ അവർക്ക് വേണ്ടി ഞാൻ ഫാത്തിഹ ഓതിയിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ തലവേദന എനിക്ക് മാറി. ഇനിയിപ്പോൾ ഈ വൈഫിന്റെ പ്രശ്നം പറഞ്ഞത് എന്റെ സത്യസ്ഥിതിയാണ്. കാര്യം ഞാൻ വർഷങ്ങളോളം വളരെ അനുഭവിക്കുന്നതാണ്. വളരെ ബുദ്ധിമുട്ടുന്ന ഈ തലവേദനയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ച് ഒരുപാട് മരുന്നുകളെ കഴിച്ച് അപ്പോൾ എല്ലാ ദിവസവും ഈ തലവേദന സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഈ പെയിൻ കില്ലർ കഴിച്ച് ഇങ്ങനെ അതിന് അടിമയായിട്ട് ഇങ്ങനെ പോവുക. തലവേദന സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ചിരിക്കണം, പിന്നെ ഇല്ലെങ്കിൽ അന്ന് തലപൊക്കില്ല. പക്ഷേ ഇത് ഇന്നലത്തെ ഈ വെളുപ്പാങ്കാലത്തുള്ള അനുഭവം എന്ന് പറഞ്ഞ തലവേദന സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ അറിയുന്നില്ല, വൈഫ് തന്നെ ഇരുന്നിട്ട് പിന്നെ ഇവിടുത്തെ ഈ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഫാത്തിഹ ഓതി ദുആ ചെയ്തു. അതിനുശേഷം ഇതുവരെ വന്നിട്ടില്ല. അതൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഥകളറിഞ്ഞ് പലരും പ്രാർത്ഥന തുടങ്ങി. ചിലർ ഭക്തി കൊണ്ട് കണ്ണീർ വാർത്തു, ചിലർ കറാമത്തെന്ന് വിശേഷിപ്പിച്ചു. അള്ളാഹുവിന്റെ ഒരു കറാമത്തായിട്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഓരോ അത്ഭുതങ്ങൾ കാണുകയല്ലേ വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ഇപ്പോൾ 1103 ഇപ്പോൾ ഇവിടെ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മീസാൻ കല്ലിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എത്രയോ വർഷങ്ങളായി, 800 വർഷത്തിനൊക്കെ മുകളിൽ വരെയായി. അപ്പോൾ അത് ഇപ്പോൾ ഇത് ഭൂമിക്ക് മുകളിലേക്ക് ഈ ഇത്രയും പഴയുള്ള ഒരു മീസാൻ കല്ല് അതിൻ്റെ ആ റെക്കോർഡ് സഹിതം മേളിലോട്ട് പൊന്തി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വളരെ വിശ്വാസമാണ്. ഇവിടെ ആരാണ്ട് ഔലിയക്കന്മാർ ഉണ്ട്, അല്ലെങ്കിൽ അവരൊരു എന്തും കാണിക്കത്തില്ല, ജനങ്ങളുടെ ഒരു എന്തും കാണുമല്ലോ. ഇതിനിടയിൽ ഇത് തട്ടിപ്പാണെന്നും പരക്കുന്ന കഥകൾ അസംബന്ധമാണെന്നും ചിലർ വാദിച്ചു. ഇത്തരക്കാരെ പുത്തൻ ആശയക്കാരെന്ന് വിശ്വാസികൾ തള്ളിപ്പറഞ്ഞതോടെ ജനം 2 വിഭാഗമായി. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഒരു കാരണവശാലും ഇങ്ങനൊരു യാഥാർത്ഥ്യമുള്ളതായിട്ട് അംഗീകരിക്കാനൊക്കത്തില്ല. സമൂഹത്തിലുള്ള പുത്തനാശയക്കാരങ്ങനെ പലതും പറയുമല്ലോ. മുസ്ലിം സമുദായത്തിൽ പുത്തനാശയമായി വരുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കത് അവിശ്വസനീയമായി തോന്നിയേക്കാം. അത് നമുക്ക് മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. എനിക്ക് അതിനകത്തൊന്നും ഒന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല. ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഈമാന്റെ ഉറപ്പാണ് ഇങ്ങനൊരു സംഗതി ഇവിടെ ഉണ്ടെന്ന്. അതിനാര് നിശ്ചയിച്ചാലും ഞങ്ങൾ അതിന് തർക്കം പറയാം. പിന്നെ പള്ളിമുറ്റാനെ കൊണ്ട് ഞാൻ അടുത്തൊന്നും പറയാതെ തുടങ്ങിയിരിക്കുന്നത്. എവിടെയാണ് വാസ്തവം? എന്താണ് യാഥാർത്ഥ്യം? ഞങ്ങൾ പിറകെ കൂടി. ആയു കിർവാജി തൈലം അവതരിപ്പിക്കുന്നു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. കായംകുളം മുഹീദ്ദീൻ പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വ്യാപാരികളായിരുന്ന സേട്ടുമാർ ദാനം നൽകിയ ഭൂമിയിലാണ് ഈ പള്ളി നിലനിൽക്കുന്നത്. ഈ പള്ളി പുരാതനമായി മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ അറിയപ്പെട്ടൊരു പള്ളിയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചില ഖബറിടങ്ങൾ ഇവിടെയുണ്ട്. സേട്ടുമാരുടേതാണത്രേ ഈ ഖബറുകൾ. 10 സെന്റ് വസ്തു അവിടെ അപ്പുറത്തുണ്ട് സേട്ടന്മാരുടെ. അവര് ഈ പള്ളിക്ക് വേണ്ടി കൊടുത്തത് അവരുടെ ഈ മയ്യത്തടക്കുന്നതിന് വേണ്ടി മാത്രം. ആ ഖബർസ്ഥാനിൽ പിന്നീട് പിൽക്കാലത്ത് ആരുടെയെങ്കിലും ഖബറടക്കിയിരുന്നു? അത് അവരുടെ മാത്രം? അവരുടെ മാത്രം. അതിപ്പോ വർഷങ്ങളായി, ഇപ്പൊ നടക്കുന്നില്ല. വളരെ വർഷങ്ങളായി. കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കായംകുളത്ത് സേട്ടുമാർ വന്ന് താമസിക്കാറുണ്ട്. അപ്പൊ അവരെ ഖബറടക്കം ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഭാഗം. അവർക്ക് പ്രത്യേക ഖബർസ്ഥാന നമ്മളെ പാറ്റുകടവിലെ പള്ളിയുടെ ഭാഗത്ത് വന്നതോടുകൂടി അവരങ്ങോട്ട് ഖബറടക്കം മാറി. അപ്പോൾ 10, 300, 400 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഖബർസ്ഥാൻ അവിടെ ഉണ്ടാകാം, ചരിത്രപരമായി അവിടെ ഉണ്ടാകാം.